സിനിമാ മേഖലയിൽ ഗോസിപ്പിന് വലിയ പഞ്ഞമൊന്നുമില്ല. ഒരു നടിയും നടനും തമ്മിൽ സംസാരിച്ചാൽ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് കഥകൾ ഉണ്ടാക്കുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. അത് ഇന്ത്യൻ സിനിമാ മേഖലയിൽ എന്നല്ല, ലോക സിനിമാ മേഖലയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് ഇതിലേതെങ്കിലും ഒരു വ്യക്തി വിവാഹമോചിതനാണ് അല്ലെങ്കിൽ ഭാര്യയുമായി അകന്നു ജീവിക്കുന്നവനാണ് എങ്കിൽ ഈ അഭ്യൂഹങ്ങൾക്കും ഈ ഗോസിപ്പുകൾക്കും ഒരല്പം എരിവും കൂടി കൂടും എന്നതിലും സംശയമില്ല. ഇപ്പോൾ ഇതിനിരയായിരിക്കുന്നത് ധനുഷാണ്. ധനുഷും മൃണാൽ ഠാക്കൂറും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങളാണ് മൊത്തത്തിൽ പടർന്നു പിടിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി മൃണാൽ ഠാക്കൂർ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. ധനുഷും മൃണാളും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ നടിയുടെ ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നത് താൻ ഈ ദുഷ്ടഗുണത്തിലും ദുഷ്ടദൃഷ്ടിയിലുമൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി സ്വയം സംസാരിക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കണമെന്ന് അവർ വെളിപ്പെടുത്തി. ധനുഷിൻ്റെയും മൃണാൽ ഠാക്കൂറിൻ്റെയും ഡേറ്റിംഗ് അഭ്യൂഹങ്ങൾ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഓഗസ്റ്റ് 1 മൃണാളിൻ്റെ ജന്മദിനത്തിൽ ധനുഷ് പങ്കെടുക്കുകയും തുടർന്ന് അവരുടെ അടുത്തിടെ പുറത്തിറങ്ങിയ സൺ ഓഫ് സർദാർ 2 പ്രത്യേക സ്ക്രീനിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. ഇൻസ്റ്റൻറ്റ് ബോളിവുഡുമായുള്ള സംഭാഷണത്തിനിടെ തന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണമെന്ന് മൃണാൽ ഠാക്കൂർ പറഞ്ഞു. ദുഷ്ടദൃഷ്ടി നിലനിൽക്കുന്നുണ്ടെന്നും അവർ വെളിപ്പെടുത്തി. ഇതിനു പുറമെ മൃണാൽ ഠാക്കൂർ കൂട്ടിച്ചേർത്തു, കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അത് പൂർത്തിയാക്കുമ്പോൾ അവയെക്കുറിച്ച് സംസാരിക്കും. ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതുണ്ട്. ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കണം. ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പറയും. അത് പരിഹാസമാകും. ആ അർത്ഥത്തിൽ എൻ്റെ വ്യക്തിത്വം വളരെ വ്യത്യസ്തമാണ്. ഒരാൾക്ക് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് വരുന്നതെന്നും വരാനിരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് മൃണാൾ പറയുന്നു. എൻ്റെ ജോലിയെക്കുറിച്ചും സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടുന്നുവെന്നും ആളുകൾ എന്നോട് ചോദിക്കുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ വളരെ പോസിറ്റീവാണ്. അതിനാൽ ഞാൻ അതിൽ അധികം കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല. റിലീസിന് മുമ്പ് എനിക്ക് സമ്മർദ്ദമോ ഒന്നും അനുഭവപ്പെടുന്നില്ലെന്നും മൃണാൾ പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ അടുത്തിടെയായി ധാരാളം വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് കണ്ടപ്പോൾ എനിക്ക് തമാശയായി തോന്നി. സൺ ഓഫ് സർദാർ 2 പ്രദർശനത്തിലേക്ക് ധനുഷിനെ താൻ വ്യക്തിപരമായി ക്ഷണിച്ചില്ലെന്നും മൃണാൾ വ്യക്തമാക്കി. അജയ് ദേവ്ഗണാണ് ധനുഷിനെ ക്ഷണിച്ചത്. പരിപാടിയിൽ ധനുഷിൻ്റെ സാന്നിധ്യത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ അധികമാരും ചിന്തിക്കരുതെന്നും താരം കൂട്ടിച്ചേർത്തു. ശരിക്കും ധനുഷും മൃണാൽ ഠാക്കൂറും ഡേറ്റിങ്ങിലാണോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്താണ്? മൃണാൽ ഠാക്കൂറും അജയ് ദേവ്ഗണും അഭിനയിക്കുന്ന സൺ ഓഫ് സർദാർ 2 എന്ന ചിത്രത്തിൻ്റെ പ്രത്യേക പ്രദർശനത്തിൽ ധനുഷ് പങ്കെടുക്കുന്ന ഒരു ക്ലിപ്പ് അവരുടെ ഡേറ്റിംഗ് കിംവദന്തികൾക്ക് കൂടുതൽ ആക്കം കൂട്ടി. ക്ലിപ്പിൽ അവർ ചടങ്ങിൽ ഊഷ്മളമായി സംഭാഷണം നടത്തുന്നത് കാണാം. ക്ലിപ്പിൽ ധനുഷും മൃണാൽ ഠാക്കൂറും സ്വകാര്യമായി സംസാരിക്കുന്നതും കാണാം. ധനുഷിനോട് സ്വകാര്യമായി സംസാരിക്കാൻ മൃണാൾ ആവശ്യപ്പെടുന്നതും കാണാം. ജൂലൈയിൽ കനിക ധില്ലൻ സംഘടിപ്പിച്ച ഒരു പാർട്ടിയിലും മൃണാൽ ഠാക്കൂർ പങ്കെടുത്തു. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്യുന്ന ആ ചിത്രത്തിൽ കൃതി സാനോനാണ് അഭിനയിക്കുന്നത്. അത് ധനുഷിൻ്റെ വരാനിരിക്കുന്ന ഒരു ചിത്രമാണ്. ഓഗസ്റ്റ് 1 മൃണാൽ ഠാക്കൂർ തൻ്റെ ജന്മദിനം ആഘോഷിച്ചു. അവരും തെന്നിന്ത്യൻ നടൻ ധനുഷും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ആ പാർട്ടി വാർത്തകളിൽ ഇടം നേടിയത്. ഇരുവരും നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2025 ജൂലൈയിൽ ആനന്ദ് എൽ റായിയുടെ തേരെ ഇഷ്ക് മേ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ധനുഷ്, തമന്ന ഭാട്ടിയ, കനിക ധില്ലൻ, മൃണാൽ ഠാക്കൂർ, ഭൂമി പെഡ്നേക്കർ എന്നിവർ ചിത്രത്തിൻ്റെ സമാപന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് കാജോളിൻ്റെ മാ എന്ന ചിത്രത്തിൻ്റെ പ്രദർശന വേളയിൽ ധനുഷും മൃണാളും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ധനുഷ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച സൺ ഓഫ് സർദാർ 2 പ്രീമിയറിൽ പങ്കെടുത്തു. ഇപ്പോൾ ധനുഷ് തൻ്റെ ജന്മദിന പാർട്ടിയിൽ മൃണാളിൻ്റെ കൈപിടിച്ചിരിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇരുവരും ഡേറ്റിങ്ങിലാണെന്ന ഊഹാപോഹങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോയിൽ ധനുഷും മൃണാളും സംസാരിക്കുന്നത് കാണാം. മൃണാൾ ധനുഷിൻ്റെ അടുത്ത് ചാരി നിന്ന് എന്തോ സ്വകാര്യമായി പറയുന്നു. അയാൾ അവളുടെ കൈ പിടിച്ചിരിക്കുന്നു. ധനുഷും മൃണാളും പുതിയ ദമ്പതിമാരെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു. അടുത്തിടെ ഇരുവരും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഡേറ്റിംഗ് ഊഹാപോഹങ്ങൾ വർദ്ധിച്ചു.
പുറത്തു വരുന്ന വീഡിയോയിൽ ധനുഷ് കറുത്ത ജാക്കറ്റും വെള്ള ഷർട്ടും ധരിച്ചിരിക്കുന്നു. അതേസമയം മൃണാൾ പുഷ്പ പ്രിന്റുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ധനുഷ് 18 വർഷം മുമ്പ് രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയെ വിവാഹം കഴിച്ചു. അതിനുശേഷം ഇരുവരും വേർപിരിഞ്ഞു. മൃണാൾ താക്കൂർ ആകട്ടെ ഹിന്ദി മിനി സ്ക്രീനിൽ സീരിയലുകളിലൂടെ അഭിനയ അരങ്ങേറ്റം കുറിച്ച മൃണാൾ മറാത്തി സിനിമകളിലെ നായികയായി ബിഗ് സ്ക്രീനിലെത്തി. തുടർന്ന് ഹിന്ദി സിനിമകളിൽ സജീവമാവുന്നതിനൊപ്പം തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലും തരംഗമായി. ദുൽഖർ സൽമാന്റെ നായികയായി സീതാരാമം എന്ന സിനിമ ചെയ്തതോടെയാണ് സൗത്ത് ഇന്ത്യൻ സിനിമ ആരാധകർ മൃണാളിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്.